ഹായ്, ഗുഡ് മോർണിംഗ്. എന്തൊക്കെയാണ് വിശേഷങ്ങൾ? എല്ലാവരും നല്ല സുഖമായിട്ടിരിക്കുകയാണോ? സുഖമായിട്ട് സന്തോഷമായിട്ടിരിക്കുന്നവരൊക്കെ ഒന്ന് ബ്യൂട്ടിഫുള്ളി സ്മൈൽ ചെയ്തേ. എൻ്റെ മക്കൾ ചിരിക്കുന്ന എനിക്ക് കാണാം കേട്ടോ. നിങ്ങൾ ഇനി കണ്ണീരും കരച്ചിലൊക്കെ അങ്ങോട്ട് ഉപേക്ഷിച്ചിട്ട് നല്ല സന്തോഷമായിട്ടിരിക്കാനായിട്ട് ശ്രമിക്കുക. എപ്പോഴും നല്ല ഹാപ്പി ആയിട്ടിരിക്കുക. അതുപോലെ തന്നെ നമ്മുടെ ജീവിതത്തെ ഒരു ആഘോഷമാക്കണം എന്നുള്ളതാണ് ടീച്ചർമ്മ എല്ലാ ദിവസവും പറഞ്ഞു തരുന്നത്. അപ്പോൾ എന്നെ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഞാൻ സുജ ആർ മോഹൻ, മൈൻഡ് പവർ ട്രെയിനർ, സെലിബ്രിറ്റി കോച്ച് ആൻഡ് ബിസിനസ് കോച്ച്. ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടെ സ്വാഗതം. മക്കളെ, ഇന്ന് നമ്മുടെ ഹാപ്പി ഡേ വിത്ത് സുജ ആർ മോഹൻ സീരീസിൻ്റെ ഡേ 29 ആണ്. 29 ദിവസവും എന്നോടൊപ്പം കറക്റ്റായിട്ട് ഒരു ദിവസം പോലും മുടക്കമില്ലാതെ പ്രാക്ടീസ് ചെയ്തവരൊക്കെ ഡേ 29 ഡൺ എന്ന് ഇപ്പോൾ തന്നെ ചാറ്റ് ബോക്സിൽ മെസ്സേജ് ഇടുക കേട്ടോ. ഇന്ന് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ടോപ്പിക്കിനെ കുറിച്ചാണ് എനിക്ക് നിങ്ങൾക്ക് പറഞ്ഞു തരാനുള്ളത്. മക്കളെ, പലരും കോൺഫിഡൻ്റ് ആണ്, ആത്മവിശ്വാസമുള്ളവരാണ്. കോൺഫിഡൻസ് ഈസ് ഗുഡ്, ബട്ട് ഓവർ കോൺഫിഡൻ്റ് ആകുന്ന പലരും ഉണ്ട്. അതായത് ഓവർ കോൺഫിഡൻസ് എന്ന് പറയുമ്പോൾ എനിക്ക് പ്രിപ്പറേഷൻ്റെ ഒന്നും ഒരാവശ്യമില്ല, ഞാൻ എക്സ്പേർട്ടാണ്, ഞാൻ പുലിയാണ്, എന്നെക്കൊണ്ട് എല്ലാം ചെയ്യാൻ പറ്റുമെന്നും പറഞ്ഞ് എന്തെങ്കിലും ഒരു കാര്യത്തിന് പോകുമ്പോൾ, ഫോർ എക്സാമ്പിൾ ഇപ്പോൾ പരീക്ഷയ്ക്ക് പോകുമ്പോൾ ഞാനെല്ലാം പഠിച്ചു, എനിക്കിനി ഒന്നും പഠിക്കാനില്ലെന്ന് പറഞ്ഞ് ഭയങ്കര ഓവർ കോൺഫിഡൻ്റ് ആയിരിക്കുന്ന കുട്ടികളുണ്ട്. പരീക്ഷയുടെ തലേന്ന് നമ്മൾ ആ പഠിച്ചതെല്ലാം ഒന്ന് റിവൈസ് ചെയ്ത് നോക്കി നമ്മുടെ മെമ്മറിയിൽ ഒന്ന് പെർഫെക്റ്റ് ആക്കി വെച്ചെങ്കിൽ പരീക്ഷയ്ക്ക് നമുക്ക് നന്നായിട്ട് എഴുതാൻ പറ്റും. എനിക്ക് പഠിക്കേണ്ടെന്ന് ഒന്നും ഒരു ആവശ്യമില്ല എന്ന് പറഞ്ഞ് ഓവർ കോൺഫിഡൻസ് ആയിട്ടിരിക്കുക. എന്നിട്ട് പരീക്ഷ ഹാളിലിരുന്ന് ഇങ്ങനെ നക്ഷത്രക്കാലുണ്ടെന്ന് നമ്മൾ പലരെയും കാണാറുണ്ട്. അതുപോലെ നമ്മളൊരു പബ്ലിക് സ്പീക്കിംഗ് ചെയ്യുന്നതിന് മുമ്പ് നമ്മൾ അതിനുവേണ്ടി നന്നായിട്ട് പ്രിപ്പറേഷൻ ചെയ്യണം, അല്ലേ? പ്രിപ്പറേഷൻ ചെയ്യാതെ ഞാൻ ഭയങ്കരമായിട്ട് കോൺഫിഡൻ്റ് ആണ് എന്നുള്ള രീതിയിൽ ഓവർ കോൺഫിഡൻസ് കാണിച്ചു പോയി അബദ്ധത്തിൽ ചാടുന്ന ഒരുപാട് പേരുണ്ട്. അവരോടാണ് എനിക്ക് പറയാനുള്ളത്. നെപ്പോളിയൻ ബോണപ്പാർട്ടിനെ കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. ലോകം കണ്ടുള്ള ഏറ്റവും വലിയ മിലിറ്ററി ലീഡേഴ്സിലൊരാളാണ് നമ്മുടെ നെപ്പോളിയൻ ബോണപ്പാർട്ട്. അദ്ദേഹം യൂറോപ്പിലെ ഒരുപാട് സാമ്രാജ്യങ്ങൾ കീഴടക്കി അദ്ദേഹം മുന്നോട്ടിങ്ങനെ ജൈത്രയാത്ര തുടർന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് 1812 നമ്മുടെ നെപ്പോളിയൻ ബോണപ്പാർട്ട് റഷ്യ കീഴടക്കാനായിട്ട് 6 ലക്ഷത്തിലധികം പട്ടാളക്കാരുമായിട്ട് ഇങ്ങനെ പോവാണ്. അദ്ദേഹത്തിൻ്റെ മനസ്സിൽ കാര്യം അദ്ദേഹം ഒരുപാട് ബാറ്റിൽസ് വിൻ ചെയ്തിട്ടുണ്ട്. ഇതിലും ഞാൻ വിജയിക്കുന്നുള്ള ഓവർ കോൺഫിഡൻ്റ് ആണ് അദ്ദേഹം. പലരും പറഞ്ഞു ഈ യുദ്ധത്തിന് ഇപ്പം പറ്റിയ സമയമല്ല, ഇപ്പം പോകരുത്, ഒരു കാരണവശാലും പോകരുതെന്ന് പലരും ഉപദേശിച്ചിട്ടും ഒരുപാട് സക്സസ്സിന് മീതെ സക്സസ് വന്നപ്പോൾ അദ്ദേഹം എന്ത് ചെയ്തു? ഓവർ കോൺഫിഡൻ്റ് ആയി. കാര്യം ആ സമയത്ത് റഷ്യയിൽ കൊടും തണുപ്പാണ്. ആ സാഹചര്യങ്ങളെ അതിജീവിച്ച് നിൽക്കാനുള്ള സുരക്ഷാ സംവിധാനങ്ങളൊന്നും അദ്ദേഹത്തിൻ്റെ പട്ടാളക്കാർ എടുത്തിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ ആ ഒരു യുദ്ധത്തിൽ അദ്ദേഹം ഏർപ്പെടുകയും ഒരുപാട് പട്ടാളക്കാരുടെ ജീവൻ നഷ്ടപ്പെടുകയും ചെയ്തു. ലാസ്റ്റിൽ അദ്ദേഹത്തിന് അത് വിൻ ചെയ്യാനുമായില്ല. അതോടെ നെപ്പോളിയൻ ബോണപ്പാർട്ടിൻ്റെ ആ ഒരു അത്രയും നാൾ വിജയിച്ചെന്ന് അദ്ദേഹത്തിൻ്റെ സാമ്രാജ്യം തന്നെ തകിടം മറിഞ്ഞ ഒരു ഇൻസിഡൻ്റ് ആയിരുന്നു അത്. എനിക്ക് എല്ലാവരോടും പറയാനുള്ളത്, ലൈഫിൽ വിജയിച്ച എല്ലാവരും ഞാൻ സക്സസ്ഫുൾ ആയി, ഇനിയിപ്പോൾ ഞാൻ കയ്യും കെട്ടി നിന്നാൽ മതി എന്ന് പറഞ്ഞ് നിൽക്കുകയല്ല. അവർ ഓരോ ദിവസവും അവരിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഓരോ ദിവസവും അവരെ തന്നെ ഇങ്ങനെ ഇംപ്രൂവൈസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ സക്സസ്ഫുൾ ആയിട്ടുള്ള സിനിമാ താരങ്ങൾ, ഞങ്ങളൊക്കെ സക്സസിൻ്റെ കൊടുമുടി കയറിയവരാണ്, ഇനി ഞങ്ങൾ പണിയൊന്നും എടുക്കേണ്ടതെന്ന് പറഞ്ഞ് അവരിയ്ക്കുകയല്ല. അവർ അനുദിനം ഇങ്ങനെ, നമ്മൾ രത്തൻ ടാറ്റയൊക്കെ കണ്ടില്ലേ, അദ്ദേഹത്തിൻ്റെ എൻഡ് ഓഫ് ദ ലൈഫ് വരെയും അദ്ദേഹം പണിയെടുത്തുകൊണ്ടിരിക്കുക. എന്തിനാ? അദ്ദേഹത്തിന് പൈസ ഇല്ലാഞ്ഞിട്ടോ നെയിമോ ഫെയിമോ സക്സസോ ഇല്ലാഞ്ഞിട്ടോ ആണ്? അല്ല, അദ്ദേഹം നിരന്തരം പണിയെടുത്തുകൊണ്ടിരിക്കുക. കാര്യം എന്താ? നമുക്ക് മുന്നോട്ടേക്ക് പോകണമെങ്കിൽ എല്ലാ ദിവസവും കൺസിസ്റ്റൻ്റ് ആയിട്ട് നമ്മൾ ആക്ഷൻ എടുത്തുകൊണ്ടിരിക്കണം, വർക്ക് ചെയ്തുകൊണ്ടിരിക്കണം. അപ്പോൾ സക്സസ്ഫുൾ ആയിട്ടുള്ള ആളുകൾ എല്ലാ ദിവസവും കൂടുതൽ സക്സസ്സിലേക്ക് എത്താൻ അവർ ദിവസവും ആക്ഷൻ എടുക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മളും ആക്ഷൻ എടുക്കേണ്ടത് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. എല്ലാ കാര്യത്തിലും നല്ല പ്രിപ്പറേഷനോട് കൂടി വേണം എല്ലാ കാര്യങ്ങളെയും സമീപിക്കാനായിട്ട്. ചിലർ പറയും എനിക്ക് പഠിക്കാനൊന്നുമില്ല, എനിക്ക് എല്ലാ കാര്യങ്ങളും അറിയാമെന്നൊക്കെ പറഞ്ഞ് ഓവർ കോൺഫിഡൻസിൽ പോവാറുണ്ട്. എന്നാൽ യഥാർത്ഥ വിജയികൾ വിനയമുള്ളവരാണ്. നിങ്ങൾ കണ്ടില്ലേ, വലിയ മരങ്ങൾ, അതിനകത്ത് നിറയെ ഫലങ്ങൾ നിറയുമ്പോൾ ആ വൃക്ഷത്തിൻ്റെ കൊമ്പ് താഴും. അതുപോലെ നമുക്ക് കൂടുതൽ സക്സസ് വരുമ്പോൾ കൂടുതൽ വിനയമുള്ളവരാകണം. ഒരിക്കലും നമ്മൾ അതിൽ അഹങ്കരിക്കാൻ പാടില്ല. അപ്പോൾ ഇന്ന് ടീച്ചറമ്മയ്ക്ക് നിങ്ങൾക്ക് പറഞ്ഞു തരാനുള്ള ആക്ടിവിറ്റി എന്ന് പറഞ്ഞാൽ, മക്കളെ, ഒരു ബുക്ക് എടുത്തിട്ട് നിങ്ങൾ എഴുതണം. നിങ്ങൾ ഓവർ കോൺഫിഡൻ്റ് ആയിരിക്കുന്ന മേഖല ഏതാണ്? ഇതാണ് ക്വസ്റ്റ്യൻ നമ്പർ 1. ക്വസ്റ്റ്യൻ നമ്പർ 2 എന്ന് പറയുന്നത്, നിങ്ങൾ ആ ഓവർ കോൺഫിഡൻസ് കൊണ്ട് വരുത്തി വെച്ചിട്ടുള്ള അബദ്ധങ്ങൾ എന്തൊക്കെയാണ് അത് എഴുതണം.
മൂന്നാമതായിട്ട് ഇനി അത് മാറ്റാനായിട്ട് നിങ്ങൾ എന്തൊക്കെ ആക്ഷൻ എടുക്കും എന്ന് കൃത്യമായിട്ട് എഴുതി വെച്ച് നിങ്ങൾ ആക്ഷൻ എടുക്കണം. കഴിവില്ലാത്തതല്ല മനുഷ്യൻ്റെ പ്രശ്നം. ഈ ഭൂമിയിലുള്ള എല്ലാവർക്കും കഴിവുകളുണ്ട്. ഒരു സമയത്ത് ഞാൻ ചിന്തിച്ചിരുന്ന, ദൈവമേ എനിക്ക് എന്തിനിങ്ങനൊരു ജന്മം തന്നു. ഓരോ മനുഷ്യരെ നോക്കുക, അവർക്ക് എന്തൊക്കെ കഴിവുകളാണ്. പാട്ട് പാടാനറിയാം, ഡാൻസ് ചെയ്യാനറിയാം, വീഡിയോ എടുക്കാനറിയാം, എന്തൊക്കെ കഴിവും. അവരൊക്കെ സൂപ്പർ സക്സസ്ഫുൾ ആകുന്നു. ഒരു കഴിവും തരാതെ എന്നെ ഇങ്ങനെ നീ സൃഷ്ടിച്ചല്ലോ എന്നൊക്കെ പറഞ്ഞ് ദൈവത്തെ പഴിച്ചിരുന്നൊരു കാലം എൻ്റെ ലൈഫിലുണ്ടായിരുന്നു. പക്ഷേ ഇന്ന് അല്ലേ, നിങ്ങൾ പറയാറുണ്ട് എത്രത്തോളം കഴിവുകളുള്ള വ്യക്തിയാണ് ടീച്ചർ വന്നപ്പോൾ. ഞാൻ എൻ്റെ കഴിവുകൾ തിരിച്ചറിയാൻ തുടങ്ങിയത് വളരെ ലേറ്റായിട്ട്. എനിക്ക് പറ്റിയ അബദ്ധം നിങ്ങൾക്ക് പറ്റരുത്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞു തരുന്നത്. ആരും കഴിവില്ലാത്തവരായില്ല. നിങ്ങൾ ചെയ്യാൻ ഇഷ്ടപ്പെടുന്ന കാര്യങ്ങൾ ചെയ്യുക. ആൾക്കാർ കൂകും, കളിയാക്കും, കല്ലെറിയും, വിഷമിപ്പിക്കും ഒക്കെ ചെയ്യും. അതിനനുസരിച്ച് നമ്മൾ ഒരു ആക്ഷനും എടുക്കാതെ കരഞ്ഞുകൊണ്ട് അവിടെ ഇരിക്കാനേ പറ്റൂ. എന്നും പറയുന്ന പോലെ ചാടി എഴുന്നേറ്റ് ആക്ഷൻ എടുത്താൽ നമുക്ക് റിസൾട്ട് കിട്ടും. സോ എൻ്റെ മക്കൾ ഓവർ കോൺഫിഡൻ്റ് ആകാതെ കോൺഫിഡൻസോടെ ധൈര്യമായിട്ട് മുന്നോട്ട് പോകും. ടീച്ചർ കൂടെ തന്നെയുണ്ട്. അപ്പോൾ നാളത്തെ വീഡിയോയിൽ കാണാം. ചാച്ചാ ബൈ ബൈ, ലവ് യു.